ഇടതുമുന്നണിയിലെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായെങ്കിലും ഘടകകക്ഷിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ വിഷയമായി ഇപ്പോഴും ഇടതുമുന്നണിയിൽ നിലകൊള്ളുന്നത്. പ്രത്യേകിച്ചും RJDയുടെ കാര്യത്തിലും NCPയുടെ കാര്യത്തിലും. RJDയിലാകട്ടെ അതിനകത്തെ ഗ്രൂപ്പ് പ്രശ്നം വീണ്ടും തലപൊക്കിയിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഒരു MLA മാത്രമുള്ള RJDക്ക് കൃത്യമായ പരിഗണന കഴിഞ്ഞ പ്രാവശ്യത്തെ LDF സർക്കാർ നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പരാതി. പിന്നീട് ഭരണസമയത്ത് അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ് മറ്റൊരു പരാതി. അതായത് ബോർഡ് കോർപ്പറേഷനുകളിൽ കാര്യമായ തരത്തിൽ പരിഗണന ലഭിച്ചില്ല എന്നും നേതാക്കൾ പറയുന്നു. ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ RJDക്കകത്ത് തന്നെ ഒരു ഭിന്നത രൂപം കൊണ്ടിരിക്കുന്നത്. RJD നേതാവായ KP മോഹൻ മത്സരിച്ച് വിജയിച്ചയാളാണ്. അദ്ദേഹം കൂത്തുപറമ്പിൽ നിന്ന് വീണ്ടും മത്സരിക്കുവാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇത്തവണ KP മോഹൻ മത്സരിക്കേണ്ട എന്ന നിലപാടാണ് RJDയിലെ ഒരു വിഭാഗം നേതാക്കൾക്കുള്ളത്. കാരണം മന്ത്രിസ്ഥാനം ലഭിക്കാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരുന്നിട്ട് കാര്യമില്ല. അർഹമായ മന്ത്രിസ്ഥാനം ചോദിച്ചു വാങ്ങുന്ന കാര്യത്തിൽ പാർട്ടിക്കും പരാജയമുണ്ടായി എന്ന് ഒരു വിഭാഗം വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടി ഒരു പിളർപ്പിൻ്റെ വക്കിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ചേർന്ന RJDയുടെ യോഗത്തിൽ അത്തരത്തിൽ ചർച്ചകൾ നീണ്ടുപോവുകയായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ KP മോഹനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം LDF വിട്ടാലും അതിൽ അതിശയപ്പെടേണ്ട കാര്യമില്ല. നിലവിലെ സാഹചര്യത്തിൽ ശ്രേയാംസ് കുമാർ LDFനെ വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം എന്തെല്ലാം LDFന് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ശ്രേയാംസ് കുമാർ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, ശ്രേയാംസ് കുമാറിന് അനുകൂലമായ നിലപാട് പാർട്ടിയും സ്വീകരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. KP മോഹനെ സംബന്ധിച്ചിടത്തോളം KP മോഹനൻ കഴിഞ്ഞ പ്രാവശ്യം വലിയ തരത്തിലൊരു പ്രതീക്ഷ വെച്ചിരുന്നത് മന്ത്രിസ്ഥാനത്തായിരുന്നു. പക്ഷേ അങ്ങനെ പ്രതീക്ഷ വെച്ചതിലും നമുക്ക് ഒരു വിധത്തിലും മോഹനെ കുറ്റം പറയേണ്ടി വരില്ല. കാരണം ഒരു MLA മാത്രമാണ് ഉണ്ടായിരുന്ന പാർട്ടികൾക്ക് പോലും മന്ത്രിസ്ഥാനം നൽകി. പ്രത്യേകിച്ച് KB ഗണേഷ് കുമാർ, ആന്റണി രാജു ഇവർക്കെല്ലാം മന്ത്രിസ്ഥാനം നൽകുകയും ചെയ്തു. എന്നിട്ടും KP മോഹൻ്റെ പേര് പരിഗണിക്കാത്തത് പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ ചർച്ചയായി മാറി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ RJDയിലെ ഭിന്നത രൂക്ഷമായിരിക്കുന്നത്. RJDയിലെ ഭിന്നത ഇങ്ങനെ തുടരുമ്പോഴും NCPയിൽ മറ്റൊരു തരത്തിലാണ് ഭിന്നത. അതായത് അതിൽ മത്സരിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളാണ് രൂക്ഷമായി ഉയരുന്നത്. ഇലത്തൂരിൽ മത്സരിക്കുന്നതിന് വേണ്ടി AK ശശീന്ദ്രൻ തയ്യാറെടുക്കുന്നതിനെയാണ് ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി രംഗത്തെത്തിയിരിക്കുന്നത്. 5 പ്രാവശ്യത്തിലധികമായി AK ശശീന്ദ്രൻ മത്സരിക്കുന്നു, നിയമസഭയിലേക്ക് എത്തുന്നു. പക്ഷേ ഇനി അത് അനുവദിക്കാൻ പാടില്ല എന്നാണ് NCPയുടെ യുവജന സംഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അങ്ങനെ NCPയുടെ യുവജന സംഘടന ഇപ്പോൾ AK ശശീന്ദ്രനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നാണ് പുതിയ വാർത്തകൾ. അതായത് AK ശശീന്ദ്രൻ ഇനി മത്സരിക്കേണ്ട, ആ സീറ്റിൽ യുവ നേതാക്കൾ ആരെങ്കിലും തന്നെ മത്സരിക്കണം എന്ന ആവശ്യവും ശക്തി പ്രാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ NCPക്കകത്തും ഈ വിഷയം ശക്തമായി ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം NCPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസ്ഥാനം കിട്ടിയതായിരുന്നു, അർഹമായ പ്രാതിനിധ്യം കിട്ടി. അതിനും അപ്പുറത്തേക്ക് പല പ്രാവശ്യവും NCPക്കകത്ത് മന്ത്രിസ്ഥാനം വിഭജിച്ച് നൽകുന്നതിന് വേണ്ടി നേതാക്കൾ തമ്മിൽ തന്നെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും പിന്നീട് ആ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയി. അതേസമയം NCPയുടെ മുൻ നേതാവായിരുന്ന PC ചാക്കോയ്ക്ക് ഒരാഗ്രഹമുണ്ട് ഇത്തവണ AK ശശീന്ദ്രനെ മത്സരിപ്പിക്കരുതെന്ന്. അതുകൊണ്ട് തന്നെയാണ് NCPയുടെ യുവജന സംഘടനാ നേതാക്കന്മാരെ രംഗത്തെത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ വഷളാക്കാൻ ശ്രമിക്കുന്നതെന്ന് ചില നേതാക്കൾ തന്നെ NCPക്കുള്ളിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ 2 പാർട്ടിക്കകത്തും വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനിടയിലാണ് പാലക്കാട് വിമത കൂട്ടായ്മ കൂടി ഉയർന്നു വന്നത്. വിമത കൂട്ടായ്മ ഉണ്ടാക്കാൻ പോകുന്ന തലവേദന ചെറുതല്ല എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. വിമത കൂട്ടായ്മയുടെ നേതാക്കന്മാരാണ് അതേക്കുറിച്ച് പറയുന്നത്. കാരണം ഇവരോടൊപ്പം വളരെയധികം നേതാക്കന്മാരുണ്ട്. ജില്ലാ കമ്മിറ്റിയിലെ 5-ലധികം അംഗങ്ങൾ ഇവർക്കൊപ്പമാണ് എന്നൊക്കെ വിമത കൂട്ടായ്മ പറയുമ്പോഴും കൃത്യമായി നീക്കങ്ങൾ നടത്തുകയാണ് പാർട്ടി. കാരണം വിമത കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയ ആ സമയം, ആ ദിവസം തന്നെ പാർട്ടിക്ക് ഒപ്പം നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെയെല്ലാം പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ LDFിനകത്തുള്ള സീറ്റ് വിഭജനം പൂർത്തിയായെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ തലവേദനയായി മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയങ്ങൾ നിലനിൽക്കുന്നത്.